ഹായ്, വസുദേവ കുടുംബകം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയുടെ മൂന്നാമത്തെ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ നിൽക്കുന്നത്. രണ്ടാം വീഡിയോ ആണിത്. ഇത് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം എന്നാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ സ്വാമി ക്ഷേത്രമാണിത്. നമ്മൾ മുന്നേ പോയ കാനാടിക്കാവ് വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം ഒരു 300 മീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ ഈ ക്ഷേത്രത്തിലേക്ക്. ഇവിടെ നിന്നും ഈ വഴിയാണ് നമ്മൾ ഗുരുവായൂരേക്ക് പോകുന്നത്. അപ്പം ഇതാണ് പെരിങ്ങോട്ടുകര വിഷ്ണുമായ സ്വാമി ക്ഷേത്രം ദേവസ്ഥാനം. ഇവിടെ ഈ പുറമെയുള്ള വളരെ മനോഹരമായ ശില്പങ്ങളാലും ഒക്കെ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ്. പുറമെയുള്ള കാഴ്ചയേക്കാൾ വളരെ മനോഹരമാണ് ക്ഷേത്രത്തിനകത്തെ കാഴ്ചകൾ. അത് എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അകത്ത് കുട്ടികളുടെ കലാരൂപങ്ങളും അരങ്ങേറ്റങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അന്നദാനവും കാര്യങ്ങളും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. വളരെ മനോഹരമാണ് അകത്തെ ദൃശ്യങ്ങൾ. പക്ഷേ അത് എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. പിന്നീട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയുടെ കഥകൾ ഞാൻ പറഞ്ഞു തരാം ഈ വീഡിയോയിലെന്ന്, അടുത്ത വീഡിയോയിലെന്ന്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയുടെ കഥകൾ പറഞ്ഞു തുടങ്ങാം. എല്ലാ വീഡിയോകളിലും ഞാൻ പറയാറുള്ളത് തന്നെ ഇവിടെയും വീണ്ടും ആവർത്തിക്കുന്നു. നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ അത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാരെ കൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അപ്പം കഥയിലേക്ക് കിടക്കാം. പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമി എന്ന് പറയുമ്പോൾ ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, പോത്തിൻ്റെ പുറത്ത് കുറുവടിയുമായിരിക്കുന്ന ഒരു ബാലൻ്റെ രൂപമാണ് പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയുടേതെന്ന്. അപ്പം പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയുടെ കഥയിലേക്ക് വരാം, ചരിത്രത്തിലേക്ക് വരാം. ഒരിക്കൽ പരമശിവൻ വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിസുന്ദരിയായ കൂളിബാഗ എന്നൊരു കാട്ടുസ്ത്രീയെ കാണുവാനിടയായി. സുന്ദരിയായ ആ സ്ത്രീയിൽ പരമശിവന് ആഗ്രഹമുളവായി. ഭഗവാൻ തൻ്റെ ആഗ്രഹം ആ സ്ത്രീയോട് അവതരിപ്പിച്ചു. എന്നിട്ട് ഭഗവാൻ സ്നാനത്തിന് പോയി. ആ സമയം ഭയത്തിൽ വിറച്ചുപോയ കൂളിബാഗ എന്ന സ്ത്രീ തൻ്റെ ദേവിയായ പാർവതിയെ വിളിച്ച് പ്രാർത്ഥിച്ചു. തൻ്റെ മുന്നിൽ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട പാർവതി ദേവി കൂളിബാഗയുടെ മുന്നിൽ പ്രത്യക്ഷയായി. തൻ്റെ മുന്നിൽ പ്രത്യക്ഷയായ പാർവതി ദേവിയോട് കൂളിബാഗ തൻ്റെ വിഷമം അറിയിപ്പിച്ചു. അപ്പോൾ പാർവതി ദേവി കൂളിബാഗയുടെ കഴിഞ്ഞ ജന്മത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നീ കഴിഞ്ഞ ജന്മത്തിൽ മാനസിനി എന്ന എൻ്റെ തോഴിയായിരുന്നു എന്നും ഒരു ദിവസം ഗണപതി ഭഗവാനെ മുലയൂട്ടുന്നത് കണ്ട, അതായത് മാനസിനി എന്ന നീ കഴിഞ്ഞ ജന്മത്തിൽ ഗണപതി ഭഗവാനെ മുലയൂട്ടുന്നത് കണ്ടപ്പോൾ പാർവതി ദേവിക്ക് പെട്ടെന്ന് കോപം തോന്നുകയും ആ കോപത്താൽ ഈ മാനസിനി എന്ന തോഴിയെ ശപിക്കുകയും ചെയ്തു. അടുത്ത ജന്മത്തിൽ നീ ചണ്ടാളയായ സ്ത്രീയായി വനത്തിൽ പിറക്കട്ടെ എന്നായിരുന്നു ശാപം. അങ്ങനെ പെട്ടെന്ന് കോപം കുറഞ്ഞ ദേവി മാനസിനിയോട് പറഞ്ഞു, കുഴപ്പമില്ല, അടുത്ത ജന്മത്തിൽ നിനക്ക് ഭഗവാൻ പരമശിവൻ്റെ കുട്ടിയെ മുലയൂട്ടുവാനുള്ള ഭാഗ്യം ലഭിക്കും എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. കഴിഞ്ഞ ജന്മത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ കൂളിബാഗയോട് ദേവി പറഞ്ഞു കൊടുത്തതിന് ശേഷം കൂളിബാഗയോട് അവിടെ നിന്നും പൊയ്ക്കോളുവാൻ പറഞ്ഞു. എന്നിട്ട് പാർവതി ദേവി കൂളിബാഗയുടെ രൂപം ധരിച്ചു ഭഗവാന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഭഗവാനും ദേവിയും ചേർന്ന് സംഗമത്തിലേർപ്പെടുകയും ഒരുപാട് കുട്ടിച്ചാത്തന്മാർ അവർക്ക് ജനിക്കുകയുമുണ്ടായി. അതിൽ മൂത്ത കുട്ടിയാണ് കരിങ്കുട്ടിച്ചാത്തനും, ഏറ്റവും ഇളയ കുട്ടിയാണ് നല്ലതും പൊട്ടയുമായ ഒരുപാട് കുട്ടിച്ചാത്തന്മാർ അവർക്ക് കുട്ടികളായി ജനിക്കുകയുണ്ടായി. അതിൽ മൂത്ത ആളാണ് കരിങ്കുട്ടിച്ചാത്തൻ, ഇളയ ആളാണ് വിഷ്ണുമായ സ്വാമി. അങ്ങനെ മൂത്ത ആൾക്ക് ഒരു കാളയെയും ഇളയ കുട്ടിയായ വിഷ്ണുമായയ്ക്ക് ഒരു പോത്തിനെയും സംരക്ഷണത്തിനായി കൊടുത്തതിന് ശേഷം പല അത്ഭുത ശക്തികളും ശിവനും പാർവതിയും ഈ കുട്ടികൾക്ക് നൽകിയതിന് ശേഷം പാർവതി ദേവി കൂളിബാഗയെ ഈ കുട്ടികളെ വളർത്താൻ ഏൽപ്പിച്ച് അവിടെ നിന്നും മടങ്ങുകയുണ്ടായി. അങ്ങനെ തങ്ങളുടെ ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് കിട്ടിയ കരിങ്കുട്ടിച്ചാത്തന് കിട്ടിയ കാളയുടെയും വിഷ്ണുമായ സ്വാമിക്ക് കിട്ടിയ പോത്തിൻ്റെയൊക്കെ പുറത്ത് കയറി ഇവർക്ക് കിട്ടിയ അത്ഭുത സിദ്ധികൾ ഉപയോഗിച്ച കുറേ അത്ഭുതങ്ങളും ഗോത്ര സമൂഹത്തിന് വേണ്ടി ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിങ്ങനെ പോരുമ്പോഴാണ് ഈ കുട്ടികളുടെ അതായത് വിഷ്ണുമായ സ്വാമിയുടെ 7ാം പിറന്നാൾ ആഘോഷിക്കാൻ ഗോത്ര സമൂഹം തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ വലിയ രീതിയിൽ ആഘോഷിക്കാൻ തീരുമാനിച്ച വേളയിലേക്ക് നാരദമുനി കടന്നു വരികയും അവിടെ എത്തിയതിനു ശേഷം ഈ ചാത്തന്മാരോട് നാരദമുനി തങ്ങളുടെ യഥാർത്ഥ മാതാപിതാക്കൾ ശിവനും പാർവതിയുമാണെന്ന് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ അവരെ പോയി കാണണമെന്ന് നാരദമുനി ചാത്തന്മാരോട് പറയുകയുണ്ടായി. അങ്ങനെ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം ഇവർ തങ്ങളുടെ യഥാർത്ഥ മാതാപിതാക്കളായ ശിവനും പാർവതിയും കാണാൻ കൈലാസത്തിലേക്ക് പോവുകയുണ്ടായി. അങ്ങനെ കൈലാസത്തിലെത്തിയ ചാത്തന്മാരെ ഭഗവാന്റെ വാഹനമായ നന്ദികേശൻ തടയുകയുണ്ടായി. മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ
തൻ്റെ മാതാപിതാക്കളെ കാണുവാനെത്തിയ ചാത്തൻ പിന്നീട് ഇത് കണ്ട് ആ കേളികൾ മനസ്സിലാക്കിയ മഹാദേവൻ അദ്ദേഹത്തിന് വിഷ്ണുമായ എന്ന നാമം നൽകുകയുണ്ടായി. പിന്നീട് അവിടെ വെച്ച് കുറേ ആയോധന വിദ്യകളൊക്കെ പഠിപ്പിച്ചതിന് ശേഷം ജലന്ധരൻ എന്ന അസുരനെ വധിക്കുവാൻ നിയോഗിച്ചു. അങ്ങനെ ജലന്ധരനെ വധിച്ചതിന് ശേഷം ദേവതകളൊക്കെ ചാത്തന്മാരെ സ്വർഗ്ഗലോകത്തേക്ക് ക്ഷണിക്കുകയുണ്ടായി. പക്ഷേ തനിക്ക് തങ്ങളുടെ ഗോത്രവർഗ്ഗക്കാർക്കൊപ്പം സ്ഥിരമായി താമസിച്ചാൽ മതി എന്ന് പറഞ്ഞതിന് ശേഷം ചാത്തന്മാർ തിരിച്ച് ഭൂമിയിലേക്ക് വരികയാണ് ഉണ്ടായത്. ഇതാണ് നമ്മുടെ വിഷ്ണുമായയുടെ ജീവിതകഥ, ജന്മകഥ. ഒരുപാട് അനുഭവകഥകളൊക്കെ ഭക്തർക്ക് പറയാനുണ്ട്. പക്ഷേ എല്ലാവും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നില്ല. 5 അല്ല 6 മിനിറ്റ് വീഡിയോ ഉള്ളൂ. ഇതാണ് ക്ഷേത്രത്തിൻ്റെ അകഭാഗം. വളരെ മനോഹരമായ ക്ഷേത്രമാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തി അടുത്ത ഒരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു.